ഹായ് ഗോൾഡൻ്റെ ചെയ്യുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇന്ന് കർക്കിടകം 2 നമുക്ക് ഇച്ചിരി കർക്കിടക കഞ്ഞിയൊക്കെ വെച്ച് നമുക്ക് കഴിക്കണം. അതിനായിട്ട് ഞാൻ അരി വേവായി വരുന്നതേ ഉള്ളൂ. ചുമന്ന അരിയാണ്, അവരെ അരിയാണ് വേണ്ടത്. അതെനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ചുവപ്പ് നിറമുള്ള അരി മേടിച്ചു. കുത്തരിയല്ല, പച്ചരി. അതായത് നമ്മൾ അരച്ച് ദോശയും ഇതുമൊക്കെ ചുടുന്ന ചുമന്ന അരി കിട്ടും നമ്മുടെ കട വഴിയൊക്കെ. ആ അരിയാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. അത് വെന്ത് വരുന്നതേ ഉള്ളൂ. ഇനി ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താം. ഇതാ കേട്ടോ, ഞാൻ വാങ്ങിച്ച് കഴിക്കുന്ന മരുന്നിൻ്റെ പേര് ഔഷധി എന്നാണ്. ഇത് അടിപൊളി മരുന്നാണ്. ചിലർക്കൊരു ധാരണയുണ്ട് കർക്കിടകത്തിൽ ഈ മരുന്ന് കഴിച്ച് തടിയെ സൂചിപ്പിക്കുന്നതാണ്, തടി നന്നാക്കി എടുക്കുന്ന മരുന്നാണെന്ന് ചിലർക്കൊരു ധാരണയുണ്ട്. അത് വെറും ധാരണയാണ്. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതായത് മുട്ടുവേദന, ശരീരവേദന, കാലുവേദന, ഇങ്ങനെയൊക്കെയുള്ള വാദസംബന്ധമായ പ്രശ്നങ്ങൾക്കെല്ലാം വളരെ നല്ലൊരു മരുന്നാണ്. ഞാൻ എപ്പോഴും ഈ ഔഷധി ചോദിച്ച് മേടിക്കും. കാരണം മറ്റേതിനകത്തൊക്കെ ചിലത് കൂടി ചിലത് കുറഞ്ഞു അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ചില കമ്പനിക്കാർ ഇറക്കുന്നതിനകത്ത് ചിലത് കഴിച്ചിട്ട് അങ്ങോട്ട് ഇറക്കാൻ പറ്റത്തില്ല. ഇത് ന്യായമായ എല്ലാ സ്വാദോടും കൂടി, അതായത് അതിനകത്ത് ചേർന്നിരിക്കുന്ന എല്ലാ മരുന്നുകളുടെ സ്വാദും ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിനെ നമ്മൾ നല്ല ഭംഗിയിൽ പാകപ്പെടുത്തി വേണം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതായത് ഈ കഞ്ഞി ഇനിയിപ്പോൾ അങ്ങ് വെന്ത് നന്നായിട്ട് അങ്ങ് ഉടഞ്ഞു കഴിയുമ്പോൾ വേണം നമുക്ക് ഈ പൊടി ഇതിനകത്തോട്ട് ചേർക്കാനായിട്ട്. ഇതിന് ശർക്കര ചേർത്തില്ലെങ്കിൽ, അതായത് ഷുഗറുകാരെയാണ് ഞാൻ കൂടുതലായിട്ട് ഇതിനായിട്ട് ക്ഷണിക്കുന്നത്. കാരണം നമുക്കുള്ള വേദനകൾ, നമുക്കുള്ള പ്രശ്നങ്ങളൊന്നും ആരോടും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഷുഗറുള്ളവർക്ക് മാത്രമേ ഇത് ഷുഗറിൻ്റെ പ്രശ്നം എന്താണെന്നറിയില്ല. അവർ ഈ കഞ്ഞി വെച്ച് കുടിച്ചാൽ സൂപ്പറാണെന്ന് ഞാൻ പറയും. കാരണം ഞാൻ 3-ാം വർഷത്തിലേക്ക് കിടന്നിരിക്കുക. കഴിഞ്ഞ വർഷവും വെച്ച് കുടിച്ചു, കഴിഞ്ഞ മുമ്പത്തെ കൊല്ലവും കുടിച്ചു, ഇനി ഈ വർഷവും ഞാൻ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുക. ഇതിപ്പോൾ കർക്കിടക കഞ്ഞി എന്ന് പറയുന്നത് ഈ കർക്കിടകത്തിൽ മഴ പെയ്യുന്നത് കൊണ്ടാണ്. ഇതല്ല, എൻ്റെ കഞ്ഞി തീരാനായി, നല്ല തണുപ്പായിരുന്നു. അതുകൊണ്ട് ഞാനിച്ചിരി നേരത്തെ കഞ്ഞി വെച്ച് കുടിക്കാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ ഇതൊരു 10 ഗ്രാമാണ് നമ്മളോട് എടുത്തിട്ട് ഇത് ഈ പൊടി എടുത്തിട്ട് ചേർത്തിട്ട് കഞ്ഞി കുടിക്കാൻ പറയുന്നത്. നല്ല തണുപ്പുള്ള സമയത്ത് വേണം നമ്മളിത് ഉപയോഗിക്കാൻ. അപ്പോൾ നമുക്ക് ഈ മരുന്ന് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ചെറിയൊരു ക്ഷീണമൊക്കെ സംഭവിക്കും ആദ്യമൊക്കെ കഞ്ഞി കുടിക്കുമ്പോഴേ. അപ്പോൾ അതിനെ പരിഹരിച്ച് നമ്മൾ മുമ്പോട്ട് പോകണം. ഈ തണുപ്പ് കാലത്ത് ഈ കർക്കിടക മാസത്തിൽ നമുക്കിപ്പോൾ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. നമ്മളെപ്പോലെ ഉള്ള ആൾക്കാർക്കൊന്നും വലിയ ജോലി, അടുക്കളയിലെ ജോലികൾ മാത്രം ചെയ്താൽ മതി. തേര് തൊട ഇതൊന്നും നമുക്ക് കഞ്ഞി കുടിക്കുമ്പം പാടില്ല. കാരണം നമുക്ക് നമ്മുടെ വേദനകളെല്ലാ സമയത്തൊന്ന് പതുക്കി ഒന്ന് ഇളകി അതങ്ങോട്ട് പൊക്കോളും. ഒട്ടും പേടിക്കണ്ട. ചിലരൊക്കെ മരുന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുക, അത് ഷുഗറുകാർക്ക് അത്ര നല്ലതല്ല. പിന്നെ വേണമെന്നൊരിക്കലും നമുക്ക് നമ്മുടെ ശരീരത്തിന് ഗുണകരമായിട്ടുള്ള സൂപ്പ് വേണം വെച്ച് കഴിക്കാം. സൂപ്പെന്ന് പറയുമ്പം ആടിൻ്റെ സൂപ്പോ അങ്ങനെയൊക്കെയുള്ള സൂപ്പുകളൊക്കെയാണ് സാധാരണഗതിയിൽ. അല്ലേ അതിൻ്റെ കൂടെ ഈ അരികൾ 6, ജീരകം 3 ഇങ്ങനെ ഒരു സെറ്റ് മരുന്നുണ്ട് അതിനായിട്ട് മാത്രം. അങ്ങനെയുള്ളവർക്ക് ആ മരുന്ന് ഇട്ടിട്ട് വേണമെന്നൊരിക്കൽ ലിവർ മേടിച്ച് ഇത് നമ്മുടെ ശരീരത്തിൽ ഈ ഇതില്ലാത്തവർ, നമ്മുടെ ശരീരത്തിൽ അയണും അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊന്നുമില്ല. പിന്നെ രക്തക്കുറവ്, എനിക്കിപ്പോൾ ഭയങ്കര രക്തക്കുറവാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് ലിവറോ അല്ലെങ്കിൽ ഒരിക്കൽ ഈ കന്നുകാലിയുടെയൊക്കെ ഹാർട്ട് ഒക്കെ മേടിച്ച് ചെറുതായിട്ട് അരിഞ്ഞ് പറ്റിച്ച് അതിനകത്ത് അതൊക്കെ ഒരു പ്രത്യേക മരുന്നാണ്. അത് സീക്രട്ടായിട്ടൊക്കെ പറഞ്ഞു തരത്തുള്ളൂ. അത് ആവശ്യക്കാരുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇത് കഞ്ഞി വെക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇപ്പം ഞാൻ നിങ്ങളോട് പറയാൻ പോണത്. ഇപ്പോൾ ഈ കഞ്ഞിയുടെ വെള്ളം അങ്ങോട്ട് പറ്റി. ഇനി ഇതുമല്ലാതെ ഷുഗർ ഫ്രീ, ഇത് വലിയ ഷുഗറൊന്നും നമുക്ക് പിടിക്കത്തില്ല. കാരണം തവിടുള്ള കഞ്ഞി കുടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് പിന്നെ ഈ തവിടുള്ള കഞ്ഞി ഇത് കഴിക്കുമ്പോൾ അത് തന്നെയല്ല, ഇത് ഒരുപാടൊന്നും നമ്മളിട്ട് കഴിക്കുകയില്ല. പിന്നെ ഒരു 10 കഞ്ഞി നമ്മൾ കണ്ണും അടച്ചങ്ങ് കുടിക്കും. ചപ്പാത്തിയല്ലേ എല്ലാവരും കഴിക്കുന്നത്. അതിന് നമുക്ക് വേറെ ഒരു വഴിയുണ്ട്. അത് ഞാൻ നാളെ പറഞ്ഞു തരാം. ഇനി ഞാൻ അതുകൂടെ വെച്ച് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമ്മുടെ പ്രിയപ്പെട്ട മുത്താറി അരി കൊണ്ടിട്ട് നമുക്കത് വെച്ച് കഴിക്കാം. ഇപ്പോഴിത് ചെയ്യുന്ന വിധം ഞാൻ നിങ്ങളിപ്പോൾ കാണിച്ചു തരുവാണ്. ഈ കഞ്ഞിക്കകത്തോട്ട് ഞാൻ ഇതാണ് 10 ഗ്രാം പൊടി, എല്ലാ മരുന്നിൻ്റെ ഇതാണ്
ഞാനൊരു 10 ഗ്രാം പൊടി ഇതെടുത്തിട്ട് പതുക്കെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം ഇത് പൊടിയൊക്കെ അല്ല, അത് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് അതിനകത്ത് കിടന്നൊന്ന് നന്നായിട്ടൊന്ന് പറ്റുകയും വേണം. അതിൻ്റെ കൂട്ടത്തിൽ ആ അരിയും അതോടെ നല്ലതുപോലെ വേകുകയും വേണം. അപ്പോൾ അത് ഇനി ഒന്ന് നന്നായിട്ടൊന്ന് തീ കത്തിക്കട്ടെ. മംഗലത്തിലൊക്കെ ചെയ്താൽ അതിൻ്റേതായ ഗുണമുണ്ട്. സ്റ്റൗവിലൊക്കെ മംഗലമൊന്നും ആരും വെക്കത്തില്ല. അതുകൊണ്ടിട്ട് അല്ല, അതിനുള്ള ചട്ടിയും ഇതൊന്നും എനിക്ക് എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ്. മംഗലമാണ് മരുന്ന്, ആയുർവേദ മരുന്നിന് മംഗലമാണ് ഏറ്റവും പ്രധാനം. അപ്പോഴിനി ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ വെള്ളം അങ്ങോട്ടൊന്ന് പറ്റട്ടെ. എന്നിട്ട് നമ്മുടെ കഞ്ഞി നല്ലതുപോലെ വെന്ത് അതിൻ്റെ വെള്ളമൊക്കെ ഒരുമാതിരി പറ്റി ഇനി ഇതാട്ടിക്ക് പിടിക്കും. നല്ലോണം കൊഴുപ്പായി അരിയും ആ പൊടിയും ഒക്കെ അത് ചോറും ഒക്കെ എടുത്ത് നന്നായിട്ടങ്ങ് ചേർന്ന് ഇനി നമുക്ക് നമ്മുടെ ആവശ്യത്തിന് പാല് ചേർക്കാം. അത് പശുവും പാലാണ് കൂടുതൽ ഷുഗറുകാർക്ക് നല്ലത്. മറ്റേ പാലിനെക്കാട്ടിലും ഗുണം ചെയ്യുന്നത് പാലാണ്. പശുവും പാലോ എരുമ പാലോ ഏതുമാകാം. അപ്പം ഞാനിത് ഇങ്ങനെ ഇനി ഇത് നല്ലതുപോലെ തിളക്കട്ടെ. അതിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്ന സാധനമാണ് ഒരു ശകലം ജീരകം പൊടിച്ചത്. ഇതുകൊണ്ടിട്ട് നല്ലോണം ഇളക്കി നന്നോട്ടൊന്ന് തിളക്കിയേ വേണ്ടു. പാലല്ലേ, തിരുനേരെ അടുപ്പത്ത് വെക്കണ്ട. ഇതായി എല്ലാം ചേർന്ന് ഞാനിത് വാങ്ങി വെക്കുവാണേ. ഇനി ചെയ്യാനുള്ളത് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു സ്പൂൺ നെയ്യ് എടുത്ത് അതിനകത്ത് ഇച്ചിരി ഉള്ളി മൂപ്പിച്ച് ഒഴിച്ച് ആ കഞ്ഞി കഴിച്ചോളാനാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് അത് ഇഷ്ടമില്ല, ആ ഉള്ളി മൂപ്പിച്ച് കഴിക്കുന്നത്. ഇനി ഞാൻ ഒരു പേരിന് മാത്രം ഒരു തുള്ളി നെയ്യ് അതിനകത്ത് ചേർക്കുന്നുണ്ട്. അത് ചേർത്തിച്ചിട്ട് ഞാൻ ആ കഞ്ഞി കോരി കുടിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളുടെ ഷുഗറൊന്നും കൂടിപ്പോകത്തൊന്നുമില്ല. നമ്മുടെ ശരീരവേദനയും തരിപ്പും ഒക്കെ നല്ല കുറവ് കിട്ടും. ഒരു കുറേ നാളത്തേക്ക്. പിന്നെയും തുടങ്ങുമ്പോൾ നമുക്ക് ഇതിന് ചെയ്യാം. പിന്നെ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ വേദനകളും ഇതുമൊക്കെ നമുക്കല്ലേ അറിയത്തുള്ളൂ, വേറെ ആർക്കും ഇത് അറിയില്ലല്ലോ. വെറുതെ വീട്ടിലിരുന്ന അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലാത്തവരോട് വേദനയാണെന്നൊക്കെ പറയുമ്പോൾ അവർ പറയും ഞങ്ങൾക്കും വേദനയാണെന്നേ അവർ പറയുള്ളൂ. കാരണം എനിക്ക് അതിനകത്ത് നല്ല അനുഭവമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി വേദനയാണ് വിഷമമാണെന്നൊക്കെ പറയുമ്പോഴത്തേനും പുള്ളിക്കാരൻ പറയും അയ്യോ എനിക്കത് തുടങ്ങിയിട്ട് ഒരാഴ്ചയായി എന്ന് പറയും. അതുകൊണ്ട് ഞാനിപ്പോൾ ആരോടും വേദനകളൊന്നും പറയാറില്ല. ഇച്ചിരി ഉപ്പും കൂടെ ചേർക്കുന്നു. അതിനാവശ്യമായ ഉപ്പ് ചേർത്ത് അതും നല്ലതുപോലെ ഇളക്കി അതിൻ്റെ അങ്ങാടി മരുന്നിൻ്റെ മരുന്ന് തന്നെ നമുക്ക് അത് ആ ചൂടോടെ നമ്മുടെ ആ ആവി നമ്മുടെ മുഖത്തടിക്കുന്നത് ഒത്തിരി നല്ലതാണ് കേട്ടോ. അങ്ങനെ അങ്ങാടി മരുന്നിൻ്റെ മരുന്നുകളുടെ ആവിയും മണവും ഒക്കെ നമ്മുടെ മുഖത്തും ഈ കൈക്കും എല്ലാം അങ്ങനെ ആ ആവി അങ്ങ് വരുമ്പം തന്നെ നമുക്കൊരു പ്രത്യേക സുഖം കിട്ടും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് എങ്ങനെയോ അത് ഞാൻ പറഞ്ഞുതരാം. ഞാനിതൊരു വൈദ്യരോടൊക്കെ ചോദിച്ചിട്ടാണ് ഞാനിത് ഇത് കഴിക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞ് വെച്ചിട്ട് ഒരു ലിവറൊക്കെ വെച്ചൊരു ലിവർ 1 കിലോ ലിവറും ഒക്കെ മേടിച്ച് പറ്റിച്ച് പറ്റിയൊക്കെ നമ്മൾ കഴിക്കുകയാണെന്നൊരു നമുക്ക് ബ്ലഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. നമ്മൾ സ്ഥിരം അങ്ങോട്ടൊന്നും അങ്ങനെയുള്ളതൊന്നും കഴിക്കേണ്ട, കുറേശ്ശെ കഴിച്ചാൽ മതി. അപ്പോൾ ഇത് നാളെ ഞാൻ ഷുഗർ ഫ്രീ ഇതായിട്ടുള്ള കഞ്ഞി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നാളെ ഞാനതാണ് കഴിക്കുന്നത്. ഓക്കെ, ബൈ. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബും കമൻസും ഒക്കെ തന്ന് ഹെൽപ്പ് ചെയ്യണേ. ഓക്കെ.